viewers, welcome back to Silent Learning. It's me, Rohit. മക്കളെ 8th CBSE മാത്തമാറ്റിക്സിലെ ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ് എന്ന ചാപ്റ്റർ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുത്താലോ? വെറും 10 മിനിറ്റ്. ഇതിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്താലോ? എടാ, രണ്ട് ക്വാണ്ടിറ്റീസ്, രണ്ട് അളവുകൾ, രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയും, ചില സമയത്ത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയും. അത് എപ്പോഴൊക്കെയാണെന്ന് സാറ് പറഞ്ഞു തരട്ടെ. ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്. സാറ് ഒരു സ്ഥലത്തേക്ക് പോവാണ്. സാറ് പോവാ. സാർ കാർ ഓടിച്ചാൽ പോകുന്നത്, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചാൽ സാർ പോകുന്നത്, വണ്ടി ഓടിച്ച് പോവാണ്. വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് സാർ എത്ര സമയം വണ്ടി ഓടിക്കുന്നോ? സാർ 1 മണിക്കൂറാണ് വണ്ടി ഓടിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരു 30 കിലോമീറ്റർ ആയിരിക്കും പോയിണ്ടാവുക. 2 മണിക്കൂർ ഓടിച്ചപ്പോൾ ഞാനൊരു 50 കിലോമീറ്റർ പോയി. 3 മണിക്കൂർ ഓടിച്ചപ്പോൾ ഞാനൊരു 80 കിലോമീറ്റർ പോയി. അതായത് സാറ് വണ്ടി ഓടിക്കുന്ന സമയം കൂടുന്നതിനനുസരിച്ചിട്ട് സാറ് പോകുന്ന ദൂരവും കൂടുന്നുണ്ട് അല്ലേ? ഞാൻ വണ്ടി ഓടിക്കുന്ന സമയം കൂടുന്നതിനനുസരിച്ചിട്ട് പോകുന്ന ദൂരവും കൂടുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു സാധനം കൂടുന്നതനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി, ഇവിടെ ടൈം എന്ന ക്വാണ്ടിറ്റി കൂടാണ്, അതിനനുസരിച്ച് ഡിസ്റ്റൻസ് എന്ന ക്വാണ്ടിറ്റിയും കൂടാണ്. അപ്പൊ ഒരു ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് മറ്റൊരു ക്വാണ്ടിറ്റിയും കൂടാണെങ്കിൽ നമുക്കതിനെ വിളിക്കാം ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ? അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. സിംപ്ലി അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. മനസ്സിലായോ മക്കൾക്ക്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്താണ്? ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി കൂടണം, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടണം. അങ്ങനെ വെച്ചാൽ അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ അല്ലേ? ആൻഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ജനറലി പറയാണ്, എക്സ് എന്ന ക്വാണ്ടിറ്റി അത് കൂടുന്ന സമയത്ത് വൈയും കൂടുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? എക്സും വൈയും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. അത് നമ്മൾ എഴുതുക എങ്ങനെയാണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഇങ്ങനെ എഴുതുക, എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ, എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ നമ്മൾ ഇങ്ങനെ എഴുതുക. ഓക്കെ അല്ലേ? എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, എന്താണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? വാട്ട് ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? ഓക്കെ, ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. എക്സ് ബൈ വൈ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സാർ പറഞ്ഞുതരാം, നോക്കാം. എ മെഷീൻ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക് ഫാക്ടറി ഫിൽസ് 840 ബോട്ടിൽസ് ഇൻ 6 hours. 6 മണിക്കൂറിൽ 840 ബോട്ടിൽസ് ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂറിൽ എത്ര ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന ചോദിച്ചത്. നമുക്ക് 6 മണിക്കൂറിൽ എത്ര ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന 5 മണിക്കൂറിൽ എത്ര ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവേഴ്സ് കൂടുമ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് എന്താവുക ചെയ്യുക? കൂടുതലേ ചെയ്യുക. 6 മണിക്കൂറോട് 540 ബോട്ടിൽ ഫില്ല് ചെയ്യെങ്കിൽ 10 മണിക്കൂറോട് അതിലും കൂടുതൽ ചെയ്യൂലേ? എന്നപ്പോ അവേഴ്സ് കൂടുമ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് ഫില്ല് ചെയ്യുന്നത് കൂടുക ചെയ്യാം. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടുക. നേരെ തിരിച്ചു ആവട്ടോ, ഒന്ന് കുറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി കുറയുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റിയും കുറയുക. അല്ലാണ്ട് ഒരിക്കലും ഓപ്പോസിറ്റ് ആവരുത്. ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടരുത്, അല്ലെങ്കിൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാൻ പാടില്ല. അങ്ങനെ ആവരുത്. ഒന്നുകിൽ രണ്ടും കൂടെ വയ്ക്കണം, അല്ലെങ്കിൽ രണ്ടും കുറവ് വയ്ക്കണം. അങ്ങനെയുള്ള തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിളിക്കാം. ഇവിടെ നോക്ക് നിങ്ങൾ, ഹവർ കുറയാണ്. ഹവർ കുറയുമ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസിന്റെ ഇത് എന്താവും? കുറയും അല്ലെ? ഹവർ കുറയുമ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസും കുറയും. അപ്പൊ എന്താ? ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്താ ഞാൻ പറഞ്ഞത്? എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആണ്. അത് രണ്ട് ക്വാണ്ടിറ്റിന്റെ ഫ്രാക്ഷൻ ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അഥവാ 6/840 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? 5/x ഈക്വൽ ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 5, 6 into x, 6x ഈക്വൽ ടു 5 into 840 ആയിരിക്കും. ഓക്കെ, 6 അങ്ങോട്ട് കൊണ്ടുപോവാ, അപ്പൊ എക്സ് മാത്രം ഇവിടെ വരും. എക്സ് ഈക്വൽ ടു അപ്പുറത്ത് ഓൾറെഡി എന്തുണ്ട്? 5 into 840 ഉണ്ട്. 6 അങ്ങോട്ട് പോയാൽ ഡിവൈഡ് ബൈ 6 ആയി അല്ലെ? 5 into 840 ഡിവൈഡ് ബൈ 6 എത്ര വരും മക്കളെ? 84/6 എത്രയാ? 84 എത്ര 6 ഉണ്ട്? 84 എത്ര 6 ഉണ്ട്? 10ഉം പിന്നെ 24 എത്ര 6? 4 14 140 വരിക. 140 840/6 തരുമ്പോൾ 140 വരും. 6 0 0 4 4 2 യെസ്. 5 into 140 എത്രയാ? 700 ബോട്ടിൽസ് ആണ് 5 hours ഫിൽ ആവാം. അപ്പൊ ഇതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ നമ്മൾ എഴുതുക എങ്ങനെയാ? എക്സും വൈയും ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. നമ്മൾ എങ്ങനെ എഴുതുക? എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. സിമ്പിൾ ഇങ്ങനെയാണ്, എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ. ഓക്കെ, ചില കേസിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സാറിന് ഒരു 30 കിലോമീറ്റർ പോകണം. 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഇവിടുന്ന് മുതൽ ഇവിടെയാണ് സാറിന്റെ ഓഫീസ്. എന്റെ വീട് ഇവിടെയാണ്, ഹോം. സാറിന്റെ ഓഫീസ് ഇവിടെയാണ്. ഒരു 30 കിലോമീറ്റർ ദൂരം പോകണം. ഓക്കെ അല്ലേ? അതപ്പോ സാറിന് ലേറ്റ് ആയി. സാധാരണ അവിടെ എത്തുന്ന സമയം 1 മണിക്കൂറിൽ 1 hourൽ സാർ ഒരു 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യലെന്ന് വിചാരിക്കാം. 1 hourൽ. എന്നാലും സാർ ലേറ്റ് ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് എത്തണം. അരമണിക്കൂർ കൊണ്ട് എത്തണം. ഹാഫ് അവർ കൊണ്ട് എത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വണ്ടീന്റെ സ്പീഡ് കൂട്ടും. നേരത്തെ ഞാൻ പോയിരുന്നത് സ്പീഡ് ഒരു
40 കിലോമീറ്റർ പെർ അവറിലായിരുന്നു. അതപ്പോൾ ഞാൻ എത്ര മണിക്കൂർ കൊണ്ട് എത്തിയത്? 1 hour കൊണ്ടോ എത്തിയത് അല്ലേ? എന്നാൽ ഞാൻ വണ്ടിന്റെ സ്പീഡ് കൂട്ടി. അതായത് 40 കിലോമീറ്റർ പെർ അവറിലാണ് ഞാൻ സ്പീഡ് പോയിരുന്നെങ്കിൽ അതപ്പോൾ ഞാൻ 1 hour കൊണ്ട് അതിന് എത്തിയത്. ഞാൻ സ്പീഡ് കൂട്ടി 60 ആക്കി എന്ന് വിചാരിക്കുക. 60 കിലോമീറ്റർ പെർ അവർ ആക്കി, അല്ലെങ്കിൽ 80 കിലോമീറ്റർ പെർ അവർ ആക്കി. 80 കിലോമീറ്റർ പെർ അവർ ആക്കി. 40 കിലോമീറ്റർ പെർ അവർ കൊണ്ട് എത്തിയാൽ ടോട്ടൽ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഡിസ്റ്റൻസ് 40 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. 40 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ 40 കിലോമീറ്റർ പെർ അവറിൽ പോയപ്പോൾ ഞാൻ എന്തായി? 1 മണിക്കൂറിലെത്തി. 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ, 1 മണിക്കൂർ കൊണ്ട് ഓഫീസിലെത്തി. അപ്പോൾ ഞാൻ 80 കിലോമീറ്റർ പെർ അവറിൽ പോയാൽ എന്താവും? 80 കിലോമീറ്റർ പെർ അവറിൽ പോയാൽ ഞാൻ എത്ര മണിക്കൂറിലെത്തും? അരമണിക്കൂറിലെത്തും അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? സ്പീഡ് കൂടി അല്ലേ, അതപ്പോൾ സമയം കുറഞ്ഞു അല്ലേ? സ്പീഡ് കൂടി, അപ്പോൾ സമയം കുറഞ്ഞു. അപ്പോൾ ഒന്ന് കൂടുമ്പം ഒന്ന് കുറയുക, അതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയണം, അതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഓക്കെ, എക്സും വൈയും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് വിചാരിക്കുക. എക്സും വൈയും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ? ഇവിടെ സ്പീഡും അതേപോലെ തന്നെ ടൈമും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. പക്ഷെ ഇത് വാരി ചെയ്യും. എല്ലാ സമയത്തും സ്പീഡും ടൈമും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് വാരി ചെയ്യും, സിറ്റുവേഷൻ അനുസരിച്ച് വാരി ചെയ്യും. നമ്മൾ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. സ്പീഡ് കൂടുമ്പോൾ ഓക്കെ റെഡിയാണ്, അങ്ങനെ ആലോചിച്ച് നോക്കണം. സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ നമ്മൾ പറയേണ്ടത്. അല്ലാണ്ട് ഏത് രണ്ട് ക്വാണ്ടിറ്റി കണ്ടാലും ഓക്കെ സ്പീഡ് എപ്പോഴും ഇൻവേഴ്സ് ആയിരിക്കും, അങ്ങനെയല്ല. നമ്മൾ ആലോചിച്ച് നോക്കണം സിറ്റുവേഷൻ അനുസരിച്ച്. ഒന്ന് കൂടുമ്പോൾ മറ്റേ കൂടാണെന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റേ കുറയാണെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എക്സ് വൈയും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ എക്സ് പ്രൊപ്പോർഷൻ ടു വൈ എന്നല്ല എഴുതുക. ഇൻവേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാന്ന് അറിയോ? എക്സ് പ്രൊപ്പോർഷൻ ടു 1/y എന്ന് എഴുതുക. ഇൻവേഴ്സ് ആണെങ്കിൽ നമ്മൾ സെയിം സൈൻ തന്നെ ഇടുക, പക്ഷേ വൈനെ മാറ്റി 1/y ആയിക്കാളും. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻവേഴ്സിലുള്ള പ്രത്യേകത വെച്ചാൽ ഡയറക്റ്റിലാണെങ്കിൽ ഏതായിരുന്നു? x/y കോൺസ്റ്റന്റ് ആയിരുന്നു. ഇൻവേഴ്സിലാണെങ്കിൽ x × y ആണ് കോൺസ്റ്റന്റ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക. അഥവാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 6 pipes are required to fill a tank in 1 hour 20 minutes. അതായത് നമ്പർ ഓഫ് പൈപ്സ് 6 pipes. ടൈം എത്രയാ? 1 hour 20 minutes അല്ലേ? 1 hour 20 minutes എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? അതിന് മിനിറ്റിലേക്ക് ആക്ക്. 1 hour 20 minutes എന്ന് പറഞ്ഞാൽ 80 മിനിറ്റ് അല്ലേ? 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, അതിന് കൂടെ 20 മിനിറ്റ് കൂടിയിട്ട് 80 മിനിറ്റ്. അപ്പോൾ 6 പൈപ്പ് 80 മിനിറ്റിലാണ് ടാങ്ക് ഫില്ല് ചെയ്യുക. നമ്മൾ ചോദിച്ചാൽ എന്താ? 5 പൈപ്സിന് എത്ര ടൈം എടുക്കുന്നല്ലേ? എടാ 6 പൈപ്പ് ഒരുമിച്ച് വർക്ക് ചെയ്താൽ 80 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ല് ആവും. എന്നാൽ പൈപ്പിന്റെ എണ്ണം കുറയുമ്പോൾ ടാങ്ക് ഫില്ല് ആവാനുള്ള സമയം കൂടും. അപ്പോൾ എന്താ? പൈപ്പിന്റെ എണ്ണം കുറയുമ്പോൾ ടാങ്ക് ഫില്ല് ആവാനുള്ള സമയം കൂടുക ചെയ്യാം. അപ്പോൾ എന്താ? ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. ഇത് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ x × y എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അഥവാ 6 × 80 എന്ന് പറഞ്ഞാൽ അതിനെ ആയിരിക്കും എന്ത്? 5 × x. അപ്പോൾ x എത്ര വരും? x ഇട്ടണമെങ്കിൽ × 5 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 6 × 80 ഡിവൈഡഡ് ബൈ 5. 80 ഡിവൈഡ് ബൈ 5 എത്രയാ? ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആ നമ്പറിന്റെ ഡബിൾ എടുക്കുക. അത് 6 എഴുതാം. 6 എഴുതി. ഇനി 80നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 80ന്റെ ഡബിൾ എത്രയാ? 160. 160ൽ ഒരു ഡിജിറ്റ് പോയിട്ട് എടുക്കുക. 6 × 16 വരും. 6 × 6 66. 6 × 16 66 36 96. 96 ആണ് എന്ത്? 96 മിനിറ്റ് എടുക്കും. മിനിറ്റ്സ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ പഠിച്ചു, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ പഠിച്ചു, ആൻഡ് അത് വരുന്ന സമയത്ത് എന്താണ് കോൺസ്റ്റന്റ് ആവുക എന്ന് പഠിച്ചു, ആൻഡ് പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചു. ഇത്രയുള്ള ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ്സ് കംപ്ലീറ്റ് കൺസെപ്റ്റ്സ് എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞു. സോ മക്കളെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.